ഐഷ നമ്മുടെ ചേർത്തല മുനിസിപ്പൽ പ്രദേശത്ത് താമസിക്കുന്ന ആണ്. അത് ഇച്ചിരി കാലയളവായി, 10 വർഷത്തോളം ആയി കാണുമായിരിക്കും. ഇതുവരെ ഐഷയെ കണ്ടെത്തുവാനൊന്നും സാധിച്ചിട്ടില്ല. ഐഷയുടെ അവിടെ സെബാസ്റ്റ്യൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞിടക്ക് ഒരു മോൻ വന്ന് ഇങ്ങനെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവിടെ വന്ന് പ്രദേശമെന്ന് പറഞ്ഞായിട്ട്. ഐഷ റിട്ടയർ ആയതാണ്. അവർ പെൻഷനും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. കർണാടകയിൽ ധർമ്മസ്ഥലയെങ്കിൽ കേരളത്തിൽ ചേർത്തല പള്ളിപ്പുറമാണ് ദുരൂഹതകളുടെ കേന്ദ്രമായി മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് ധർമ്മസ്ഥലയെ വെല്ലുന്ന ക്രൈം ത്രില്ലറായി പോലീസ് അനുമാനിക്കുന്നു. ജൈനമ്മ തിരോധാന കേസിലെ അന്വേഷണം പുരോഗമിക്കവെയാണ് സൈക്കോ കില്ലറിലേക്കുള്ള അന്വേഷണം നീങ്ങുന്നതെന്നാണ് സൂചനകൾ. ജൈനമ്മ മാത്രമല്ല, മറ്റു 3 സ്ത്രീകളും ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ കൊലക്കത്തിക്ക് ഇരയായിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. ആ നിലയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നതും. ദുരൂഹ സാഹചര്യത്തിൽ 4 സ്ത്രീകളെ കാണാതായ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും 20ഓളം അസ്ഥി കഷ്ണങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത്. ഇവയും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ചേർത്തല കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ, വാരനാട് വെളിയിൽ ഐഷ, കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ, ചേർത്തല തെക്ക് വള്ളാക്കുന്നത്തുവെള്ളി സിന്ധു എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പിടിയിലായ പള്ളിപ്പുറം ചെങ്ങന്തറ CM സെബാസ്റ്റ്യന്റെ വീട്ടിൽ തിങ്കളാഴ്ച നടന്ന തെളിവെടുപ്പിലാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. കേസിലെ തുടരന്വേഷണത്തിലാണ് ഈ അസ്ഥികൾ ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടക്കുന്ന പരിശോധനയ്ക്കിടെയാണ് കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവവും അരങ്ങേറുന്നത്. ഐഷ നമ്മുടെ ചേർത്തല മുനിസിപ്പൽ പ്രദേശത്ത് താമസിക്കുന്ന ആണ്. അത് ഇച്ചിരി കാലയളവായി, 10 വർഷത്തോളം ആയി കാണുമായിരിക്കും. ഇതുവരെ ഐഷയെ കണ്ടെത്തുവാനൊന്നും സാധിച്ചിട്ടില്ല. അത് ആദ്യഘട്ടത്തിൽ ചെറിയ അന്വേഷണം അവിടെ സ്റ്റേഷൻ ബേസിൽ നടന്നല്ലാതെ പിന്നെ അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. അവിടെ ഈ സെബാസ്റ്റ്യൻ വന്നുപോയതായിട്ട് അവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീടിന് സമീപത്തുള്ള സ്ഥലം കൂടിയാണ്. ആ സമയത്ത് തന്നെ പറഞ്ഞ് ഈ ബിന്ദുവിന്റെ കേസുമായി നടക്കുന്ന സമയത്ത് ഈ ഐഷയുടെ അവിടെ സെബാസ്റ്റ്യൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞിടക്ക് ഒരു മോൻ വന്ന് ഇങ്ങനെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവിടെ വന്ന് പ്രദേശമെന്ന് പറഞ്ഞായിട്ട്. ഐഷ റിട്ടയർ ആയതാണ്. അവർ പെൻഷനും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കൈവശപ്പെടുത്തി കാണും. ഇതിന്റെ അകത്ത് ഏറ്റവും പഴക്കം ബിന്ദുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സെബാസ്റ്റ്യനുമായിട്ട് തന്നെ കണക്റ്റിംഗ് ആണ് ഐഷയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ജൈനമ്മയുടെ കേസ്. സെബാസ്റ്റ്യന്റെ വീടിന്റെ മുറിക്കുള്ളിൽ രക്തക്കറയും ലേഡീസ് ബാഗും വസ്ത്രങ്ങളും ഒരു കൊന്തയും കണ്ടെത്തിയിരുന്നു. 2.5 ഏക്കർ പുരയിടത്തിലെ വീടിന്റെ പിന്നിലെ കാട് വെട്ടിത്തെളിച്ച് കുഴിയെടുത്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലത്തിന്റെ സമീപത്തു നിന്നും വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജൈനമ്മയെക്കുറിച്ചുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടിയതും സെബാസ്റ്റ്യനെ അഴിക്കുള്ളിലാക്കാൻ പോലീസിനെ നിർബന്ധിപ്പിച്ചതും. ഇവരുമായി ബന്ധമുണ്ടെന്ന് സമ്മതിച്ചതിനെ തുടർന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തത്. ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം പള്ളിപ്പുറത്തേക്ക് എത്തിയത്. ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇയാൾ സമ്മതിച്ചിട്ടുള്ളത്. ഇതിനിടെ ചേർത്തല ഭാഗത്ത് നിന്ന് 2006 ശേഷം കാണാതായ മറ്റു ചില സ്ത്രീകളുടെ തിരോധാനത്തിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച്. ഭാര്യയുമായി ഏറ്റുമാനൂരിൽ താമസിക്കുന്നതിനിടെയാണ് സെബാസ്റ്റ്യൻ ജൈനമ്മയുമായി അടുപ്പത്തിലാകുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് വൻ പോലീസ് സന്നാഹത്തോടെ പ്രതിയെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. അടഞ്ഞുകിടക്കുന്ന ഈ വീട്ടിൽ ഇയാൾ വല്ലപ്പോഴുമാണ് എത്തിയിരുന്നത്. തെളിവെടുപ്പിന് മുന്നോടിയായി വീടിന്റെ പിന്നിലുള്ള കുളം വറ്റിക്കാനും കുഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് സംഘം ഏർപ്പാട് ചെയ്തിരുന്നു. സെബാസ്റ്റ്യനെ വീടിനകത്തിരുത്തി വിവരം ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് കാടുകൾ വെട്ടിത്തെളിക്കാൻ ആരംഭിച്ചത്. കുളത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ തെളിച്ചതിന് ശേഷം സെബാസ്റ്റ്യൻ പറഞ്ഞ ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചപ്പോഴാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. ഇത് പരിശോധനയ്ക്കായി ശേഖരിച്ചു. വീടിന്റെ ചില ഭാഗങ്ങളിലും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി. പോലീസിന്റെ ഡോഗ് സ്ക്വാഡും പരിശോധനയ്ക്ക് പങ്കാളിയായിരുന്നു. ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച കെടവർ ഇനം നായയാണ് എത്തിച്ചത്. സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്ന് എല്ലിന്റെയും വസ്ത്രങ്ങളുടെയും മണം പിടിച്ച നായ വീടിന്റെ പിന്നിലുള്ള പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലും വീട്ടുവളപ്പിൽ തന്നെയുള്ള കുളത്തിലും എത്തിയിരുന്നു. വീടിന്റെ പരിസരത്തും മണം പിടിച്ചു നിന്നതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയുടെ വാഹനം ഉപയോഗിച്ച് കുളം വറ്റിച്ചു. കുളത്തിൽ നിന്ന് സംശയാസ്പദമായി ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തു. പുരയിടത്തിന് സമീപമുള്ള തോടും മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചു. അവിടെ ഒന്നും കാണാതായതോടെ വീടിനകത്ത് പുതുതായി സ്ഥാപിച്ച ഗ്രാനൈറ്റ് പാകിയ തറയും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. രാത്രിയിലും പരിശോധന തുടർന്നു. ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാകുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് 2 കൊലപാതകങ്ങളുടെ ചുരുളുകൾ അഴിയുന്നത്. കൊല്ലപ്പെട്ടത് ആരെന്ന് കണ്ടെത്തുക എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം. ഇതിനായി DNA പരിശോധന ഫലമാണ് നിർണായകം. ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, വാരനാട് സ്വദേശി ഐഷ, കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ എന്നിവരുടെ ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. അടുത്ത ദിവസം തന്നെ DNA ഫലം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനിയായിരുന്ന ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ പോലീസ് അട്ടിമറി നടത്തിയിരുന്നു.
അതിന്റെ ഫലമാണ് സെബാസ്റ്റ്യന് വീണ്ടും ക്രൂരതകൾ കാണിക്കാനുള്ള അവസരം ഒരുക്കിയത്. അതിബുദ്ധിമാനായിരുന്ന ക്രിമിനലാണ് സെബാസ്റ്റ്യൻ. ഇത് പോലീസും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.